വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമായി നിന്നിരുന്ന സോണിയാഗാന്ധി മത്സരിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, ഇനി ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ ഒരു പക്ഷേ തോൽവി നേരിടേണ്ടി വരും എന്ന ഭയവും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏത് സംസ്ഥാനത്ത് നിന്നായിരിക്കും ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ നടക്കം രാജ്യസഭയിലേക്ക് പോയ അംഗങ്ങൾ ഈ വർഷം ജൂലൈയിൽ വിരമിക്കെങ്കിൽ പോലും അതിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇനി എവിടെ നിന്ന് സോണിയാഗാന്ധിയെ നോമിനേറ്റ് ചെയ്യണം എന്ന ആലോചനയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതിന് പകരമായി പ്രിയങ്ക ഗാന്ധി ഇത്തവണ കളത്തിൽ ഇറക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലെ ചില മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധി നിന്നാൽ ജയിക്കുമോ എന്നറിയാൻ വേണ്ടി കേന്ദ്രം തന്നെ നേരിട്ട് ഒരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടൊക്കെ തന്നെ കനകുലൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അതേസമയം സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കാനില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തിക്കാനാകും സോണി ശ്രമിക്കുകയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്നുമാണ് ഒരു ദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BJPക്കെതിരായ പോരാട്ടത്തിൽ സോണിയാഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ പാർട്ടിയെടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചാൽ മതി എന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയ മത്സരിക്കില്ല എന്നതിൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ചില സൂചനകളാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, തെലങ്കാന സംസ്ഥാന PCCകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിമാചൽ പ്രദേശ് PCC അധ്യക്ഷൻ പ്രതിഭ സിംഗ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് വിജയിപ്പിച്ച് രാജ്യസഭയിലേക്ക് അയക്കാം, ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് മത്സരിക്കട്ടെ എന്ന നീക്കമാണ് അവർ നടത്തുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് എപ്പോഴും ഒളിച്ചോടുന്നു എന്നൊരു വാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പല ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ എപ്പോഴൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് തിരിച്ചടി നേരിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിച്ച് തിരിച്ചു പോകുന്ന ഒരു ചരിത്രമുണ്ട്. അത് വീണ്ടും ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഹിമാചൽ പ്രദേശിലെ ഏതെങ്കിലും ഒരു ഷുഗർ സ്ട്രീറ്റിൽ മത്സരിപ്പിക്കാം എന്നൊരു തീരുമാനം അവർ പറഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധി ആണെങ്കിൽ രാജ്യസഭയിലേക്ക്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം തരാം എന്ന കാര്യം ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല, റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിയും മകളുമായ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. നേരത്തെ രണ്ട് സാധ്യതകളാണ് പറഞ്ഞിരുന്നത്. ഒന്നുകിൽ റായ്ബറേലിൽ തന്നെ മത്സരിക്കാം, അല്ലെങ്കിൽ കർണാടകയിലെ ഏതെങ്കിലും ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധി നേരത്തെ എടുത്തിരുന്നത്. അതിപ്പോൾ സോണിയാഗാന്ധി ഇപ്പോൾ റായ്ബറേലിൽ മത്സരിക്കുന്നില്ലെങ്കിൽ പകരം പ്രിയങ്ക ഇറക്കി കളം പിടിക്കാനാകും കോൺഗ്രസ് ശ്രമിക്കുക. ഒപ്പം ഉത്തരേന്ത്യയിൽ തന്നെ തങ്ങൾ നിൽക്കുന്നുണ്ട്, ദക്ഷിണേന്ത്യയിലേക്ക് ഒളിച്ചോടിയിട്ടില്ല എന്നുകൂടി പറയേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനൊരു തീരുമാനം എടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിലായി 56 രാജ്യസഭാ സീറ്റുകളാണ് ഇപ്പോൾ ഒഴിവരുന്നത്. ഇതിലേക്ക് ഫെബ്രുവരി 27-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഫെബ്രുവരി 15-നാണ്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കും. അതൊരു പക്ഷേ ഹിമാചൽ പ്രദേശിൽ നിന്നായിരിക്കും സോണിയാഗാന്ധിയെ നോമിനേറ്റ് ചെയ്യുക എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ മോദിക്കെതിരെ നടത്തുന്ന ഒരു വലിയ യുദ്ധത്തിൽ, ആ വലിയ യുദ്ധത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഒരു സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ് സോണിയാഗാന്ധിയെ പോലുള്ളൊരു മുതിർന്ന നേതാവിനെ എന്തിനാണ് രാജ്യസഭയിലൂടെ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം വ്യക്തമായി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വീണ്ടും പേടിച്ച് പിന്നോട്ട് മാറുകയാണോ എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്.